ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. കുക്കിങ്ങിന് മുമ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ടൈം വെറും 5 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഇന്ന് നമുക്ക് ഈ യമ്മി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യുക്ക് ബൈറ്റ്സ്. നമുക്ക് പുഡിങ്ങിനുള്ള പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാൻ എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് 1/4 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അതുപോലെ അല്ലെങ്കിൽ കേക്ക് ടീൻ ഇതുപോലെ എടുത്ത് കുറച്ച് ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യാം. പുഡിംഗ് എളുപ്പത്തിൽ വിട്ടുപോരെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി മീഡിയം സൈസിലുള്ള മിക്സിയുടെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക മിക്സിയിൽ വെച്ചിട്ട്. ഇപ്പോൾ പഞ്ചസാര മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് പീസസ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. 2 കപ്പ് പാലാണ് ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ വേണ്ടത്. ഫ്ലേവറിനായിട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. വാനില എസൻസിന് പകരം നമുക്ക് ജാതിക്കപ്പൊടി 2 നുള്ള് ഇട്ട് കൊടുത്താലും ഈ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുഡിങ്ങിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെച്ചത് നോക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പാന് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ തൊട്ട് സ്പാച്ചിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ കാരമലൈസ് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു കളർ വരെ കാരമലൈസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നീങ്ങി നിന്നിട്ട് വെള്ളം ഒഴിക്കണം. ഞാൻ ആ വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ആ സമയം വരുമ്പോൾ ഒന്ന് ഇളക്കി ആ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് സെറ്റായി വരട്ടെ. ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുഡിങ്ങിൽ റൈസിനിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. കയ്യിലുണ്ടാക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് തന്നെ ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ട്. സെറ്റായതിന് ശേഷം നമ്മൾ ആ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കിയതിട്ട് ബാക്കി കുറച്ച് റൈസിനും കൂടെ, ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ റൈസിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതും കൂടെ ഇട്ട് പുഡിങ് സ്റ്റീം കുക്ക് ചെയ്തെടുക്കണം. സ്റ്റീമറിൽ സ്റ്റീം കുക്ക് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഒരു പാനിൽ വെള്ളം വെച്ച് ബോയിലായി വന്നപ്പോൾ റിങ് ഇട്ട് അതിൻ്റെ മേലെ പുഡിങ് വെച്ച് ആവി വെള്ളം വീഴാതിരിക്കാൻ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അതിൽ 4-5 ഹോൾസ് ഇതുപോലെ ഈർക്കിലി വെച്ച് ഇട്ട് കവർ ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മേലെ അടപ്പ് വെച്ച് അടച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് പുഡിങ് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ഈർക്കിലി വെച്ച് നടുഭാഗത്തൊന്ന് ഇതുപോലെ കുത്തി നോക്കുക. അതിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ ഇവിടെ പുഡിങ് കുക്കായിട്ടുണ്ട്. ചൂടാറാൻ വയ്ക്കാം. ചൂടാറി കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിലെ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഫ്ലിപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു നൈഫ് വെച്ച് സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി പുഡിങ് പ്ലേറ്റിൻ്റെ മേലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി പതുക്കെ അങ്ങ് പാത്രം പൊക്കിയെടുത്താൽ നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടും. ഈ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ടൈം വളരെ കുറച്ച് നേരമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ കഴിയും. കുക്കിംഗ് ടൈം അരമണിക്കൂറും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പുഡിങ്. ഈ പുഡിങ്ങിന് ഈ ഒരു മധുരം ചേർക്കുമ്പോൾ പാകത്തിനുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2ാമത്തെ പ്രാവശ്യം നമ്മൾ മധുരം ഇട്ടപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടെടുത്ത് 3-4 ടേബിൾ സ്പൂൺ ആക്കാം. നല്ല യമ്മി ആയിട്ടുള്ള പുഡിങ്. ഈ റൈസിനൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഈ പുഡിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്. നമ്മൾ ബ്രെഡൊക്കെ വീട്ടിൽ സാധാരണ എല്ലാവരുടെ വീട്ടിലും ബാക്കിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി പുഡിങ് തന്നെയല്ല. നമ്മൾ മുട്ടയും പാലൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് നല്ല പ്രോട്ടീനും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേർക്കൊക്കെ ഈ റെസിപ്പി അറിയുന്നുണ്ടാവും. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്